നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ആ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ വൈകിട്ട് 4 മണിക്ക് തൃശൂർ സ്വരാജ് റൗണ്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു ജനമുന്നേറ്റത്തിനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തൃശൂരിലെത്തുന്നത് കേരളത്തിലെ അഴിമതി ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയ ആവേശകരമായ വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന BJPയുടെ ഉറച്ച വിശ്വാസത്തിന് കരുത്തേകാനാണ് മോദിജി വരുന്നത്. 900 മീറ്റർ നീളുന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ജനങ്ങൾ അണിനിരക്കുമ്പോൾ അത് പിണറായി വിജയന്റെയും VD സതീശന്റെയും ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ച ഇടത് വലത് മുന്നണികൾക്ക് ജനങ്ങൾ നൽകുന്ന ശക്തമായ മറുപടിയായിരിക്കും നാളത്തെ ഓരോ മുദ്രാവാക്യവും. പിണറായി സർക്കാരിന്റെ അഴിമതിയും ഭരണപരാജയവും ഇന്ന് ഓരോ മലയാളിയും ചർച്ച ചെയ്യുകയാണ്. ലൈഫ് മിഷനിലും K-ഫോണിലും സ്വർണ്ണക്കടത്തിലും മുങ്ങിക്കിടക്കുന്ന ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികൾ സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ജനങ്ങൾ നേരിട്ട് നൽകുന്ന മറുപടിയായിരിക്കും നാളത്തെ മോദിയുടെ പടയോട്ടം. യുവാക്കൾക്ക് ജോലിയില്ലാത്ത, കർഷകർ ആത്മഹത്യ ചെയ്യുന്ന, ക്രമസമാധാനം തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ മോദി ഗ്യാരണ്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മമതാ ബാനർജിയെ പോലെ അഹങ്കാരത്തോടെ ഭരിക്കുന്നവരെ ജനങ്ങൾ എന്നും പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലും അത് സംഭവിക്കാൻ പോവുകയാണ്. അഴിമതിയുടെയും ഗുണ്ടാരാജിന്റെയും ആ കാലഘട്ടം അവസാനിക്കാൻ ഇനി അധിക ദൂരമില്ല. കേരളത്തിലെ ക്രൈസ്തവ സഭകളും വിശ്വാസികളും ഇന്ന് BJPക്ക് ഒപ്പം പരസ്യമായി നിലകൊള്ളുന്നത് കോൺഗ്രസിനും CPM-നും വലിയ തിരിച്ചടിയാണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിലും വഖഫ് നിയമ ഭേദഗതിയിലും BJP എടുത്ത ഉറച്ച നിലപാട് ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. പാവപ്പെട്ട 600ഓളം കുടുംബങ്ങളെ വഖഫ് ബോർഡ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് തുണയായത് മോദി സർക്കാരാണ്. ഇതിനുള്ള കൃത്യമായ മറുപടി വോട്ടിലൂടെ നൽകാൻ സമുദായം തീരുമാനിച്ചു കഴിഞ്ഞു. തൃശൂരിലെ 900 മീറ്റർ റോഡ് ഷോ വെറും ഒരു ദൂരമല്ല, മറിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്കുള്ള ദൂരമാണ്. സുരേഷ് ഗോപിയിലൂടെ തുടങ്ങിയ ആ വിജയം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാക്കും. നാളെ വൈകിട്ട് തൃശൂർ നഗരം കാവിക്കടലായി ഇരമ്പുമ്പോൾ അത് ഡൽഹിയിലെ വികസനത്തിന്റെ വേഗത കേരളത്തിലേക്കും എത്തിക്കാനുള്ള ആഹ്വാനമായിരിക്കും. പാവപ്പെട്ടവന്റെ വീട്ടിൽ ഗ്യാസും വെള്ളവും വൈദ്യുതിയും എത്തിച്ച മോദി ഭരണത്തിന് കേരളം നൽകുന്ന സ്നേഹോപഹാരമായിരിക്കും നാളത്തെ ഓരോ പുഷ്പവൃഷ്ടിയും. കോൺഗ്രസും CPM-ഉം പണ്ട് BJP ആയിത്തം കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നവർ ഭയപ്പെടുകയാണ്. കാരണം കേരളം മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം കേരളത്തിന്റെ മണ്ണിലും പ്രായോഗികമാവുകയാണ്. ഇനി ഒരു മാറ്റം വേണം. അത് താമര വിരിയുന്ന വികസനത്തിന്റെ മാറ്റമായിരിക്കണം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നാളെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു പുതിയ ഉദയത്തിനാണ്. നാളെ വൈകിട്ട് 4 മണിക്ക് തൃശൂർ സ്വരാജ് റൗണ്ടിൽ മോദിജി എത്തുമ്പോൾ അത് കാണാനെത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയും: ഇത്തവണ മാറ്റം വരും. അത് BJPയിലൂടെ ആയിരിക്കും. കേരളത്തിലെ അഴിമതിയും ഗുണ്ടാരാജും അവസാനിപ്പിക്കാൻ മോദി ഗ്യാരണ്ടി എത്തുകയാണ്. ഇനി വരാനിരിക്കുന്നത് വികസനത്തിന്റെ വസന്തകാലമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.